കഴിഞ്ഞ വീഡിയോയില് ചെറിയൊരു സാങ്കേതിക പ്രശ്നം കാരണമായിട്ട് ഇവിടെ വെച്ച് നിന്നുപോയി വീഡിയോ. അതിന്റെ ബാക്കി നോക്കാം നമുക്ക്. ആക്ഷൻ ഓഫ് മീഥൈൽ ഓറഞ്ച് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ഷൻ ഓഫ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു വീക്ക് ഓർഗാനിക് ബേസ് ആണ്. അതിന്റെ അയണൈസേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. വീക്ക് ഓർഗാനിക് ബേസ് ആയതുകൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് MEOH എന്നാണ്. MEOH റിവേഴ്സിബിളി അല്ലെങ്കിൽ ഇറ്റ് ഗിവ്സ് അത് ഡിസോസിയേഷൻ സംഭവിക്കും അല്ലെങ്കിൽ അയണൈസേഷൻ സംഭവിക്കുമ്പോൾ MEOH ME പ്ലസും OH മൈനസ് ആയിട്ട് മാറും. അതൊരു വീക്ക് ബേസ് ആയതുകൊണ്ട് OH മൈനസിനെയാണ് അത് ഫർണിഷ് ചെയ്യുന്നത്. അതിനെ MEOH എന്ന് പറയുന്നത് അൺഅയണൈസ്ഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അത് അയണൈസേഷന്റെ മുമ്പ് അതിന് യെല്ലോ കളർ ആയിരിക്കും. ആൻഡ് അയണൈസേഷൻ നടന്നു കഴിഞ്ഞ് ME പ്ലസ് ആയിട്ട് മാറിയാൽ അത് റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. ദെൻ ഈ MEOH നമ്മൾ ഒരു ആസിഡ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുമ്പോഴും ഒരു ബേസിക് മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കളർ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. The excess of H3O plus ions present combines with and removes the OH minus ions formed by the dissociation of MEOH. As a result, the equilibrium shift to the right, resulting in an accumulation of Me plus, hence the indicator exhibits red color. അതായത് ഓൾറെഡി ഒരു ആസിഡ് സൊല്യൂഷനിൽ എന്താണ് H3O plus അയോൺ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. H3O plus അല്ലെ ആസിഡ് സൊല്യൂഷൻ ആകുമ്പോൾ അതിൽ H+ന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അല്ലെങ്കിൽ H3O plus കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതിലേക്ക് നമ്മൾ ഒരു വീക്ക് ബേസ് ആയിട്ടുള്ള മിഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ മിഥൈൽ ഓറഞ്ചിന്റെ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ് ME പ്ലസും OH മൈനസും ആണ്. അപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന OH മൈനസും ഓൾറെഡി ആസിഡ് മീഡിയത്തിൽ ഉണ്ടാകുന്ന H3O പ്ലസും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതിൽ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കുറക്കും അല്ലെങ്കിൽ OH മൈനസിനെ കണ്ടിന്യൂസ്ലി റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് സൈഡിലുള്ള കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് നടക്കും. ദാറ്റ് ഈസ് MEOHന്റെ ഡിസോസിയേഷൻ നടന്നിട്ട് ME പ്ലസ് ആയിട്ട് മാറും. റിസൾട്ടിങ് ഇൻ an accumulation of Me plus, hence the indicator exhibits red color. അതുകൊണ്ട് തന്നെ എന്താണ് Me പ്ലസിന്റെ കളർ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ Me പ്ലസിന്റെ അക്യുമുലേഷൻ കാരണമായിട്ട് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആസിഡ് മീഡിയത്തിലാവുമ്പോൾ റെഡ് കളർ ആയിരിക്കും. ഇനി ഓൺ ദ സെയിം ടൈം ബേസിക് മീഡിയ ആണ് നമ്മൾ എടുക്കുന്നത് സങ്കല്പിക്കാം. Due to the presence of excess of OH minus ions, the ionization of methyl orange is suppressed and equilibrium lies very much to the left. On the other words, MEOH remains as unionized, hence solution is yellow in color. അതായത് ബേസിക് മീഡിയത്തിൽ നമുക്കറിയാം ഒരു ബേസിക് മീഡിയത്തിൽ ഓൾറെഡി എന്താണ് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. നമ്മൾ MEOH അല്ലെങ്കിൽ മിഥൈൽ ഓറഞ്ച് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മിഥൈൽ ഓറഞ്ച് അയണൈസ് ചെയ്തിട്ട് ME പ്ലസും OH മൈനസും ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ബേസിക് മീഡിയം ആകുമ്പോൾ OH മൈനസ് ഉണ്ട്. അതിലേക്ക് MEOHന്റെ അയണൈസേഷൻ കാരണമായിട്ട് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ വീണ്ടും കൂടുകയാണ് ചെയ്യുക. അപ്പൊ പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള കോൺസെൻട്രേഷൻ കൂടും. ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറക്കാൻ ശ്രമിക്കും. അത് കുറക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് നടക്കും. അതായത് സപ്രഷൻ ഓഫ് മിഥൈൽ ഓറഞ്ച്. മിഥൈൽ ഓറഞ്ചിന്റെ അയണൈസേഷൻ അവിടെ സപ്രസ് ചെയ്യാണ് ചെയ്യുക. അപ്പോ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മിഥൈൽ ഓറഞ്ച് ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേഷനിൽ ഉണ്ടാവുന്നത്. അപ്പൊ MEOHന്റെ അൺഅയണൈസ്ഡ് ഫോമിന് യെല്ലോ കളറാണുള്ളത്. ഹെൻസ് ബേസിക് മീഡിയത്തിൽ സൊല്യൂഷന്റെ കളർ എന്തായിരിക്കും യെല്ലോ കളർ ആയിരിക്കും. അങ്ങനെ എന്താണ് മിഥൈൽ ഓറഞ്ച് ആസിഡ് സൊല്യൂഷനിൽ റെഡ് കളറും ബേസിക് മീഡിയത്തിൽ യെല്ലോ കളറും കാണിക്കുന്നു. നെക്സ്റ്റ് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യുനനോയിഡ് തിയറിയാണ്. അത് അടുത്ത ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ തിയറിയാണ് ക്യുനനോയിഡ് തിയറി. According to modern Quinoid theory, an acid-base indicator exists as an equilibrium mixture of two tautomeric forms possessing different colors. According to Quinoid theory അനുസരിച്ച് ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററിന് രണ്ട് ടോട്ടോമറിക് ഫോമുകൾ ഉണ്ടായിരിക്കും. ഈ രണ്ട് ടോട്ടോമറിക് ഫോമും ഒരു ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഈ രണ്ട് ടോട്ടോമറിക് ഫോംസിനും ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. ഒരു ടോട്ടോമറിക് ഫോമിന് ഒരു കളറും മറ്റു ടോട്ടോമറിക് ഫോമിന് വേറൊരു കളർ ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് ടോട്ടോമറിക് ഫോംസിന്റെ ഇടയിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റുന്നത്.
These are the light colored benzenoid form and the bright colored quinonoid form. ഈ രണ്ട് ടോട്ടോമറിക് ഫോംസ് അതിൽ ഒന്നെന്ന് പറയുന്നത് ബെൻസിനോയിഡ് ഫോമും രണ്ടാമത്തത് ക്യുനോനോയിഡ് ഫോമും ആയിരിക്കും. ഒരു ബെൻസിനോയിഡ് ഫോം ഒരു ക്യുനോനോയിഡ് ഫോം ആയിട്ട് മാറും. അതേ സമയം തന്നെ എന്താണ് ക്യുനോനോയിഡ് ഫോം ബെൻസിനോയിഡ് ഫോം ആയിട്ട് മാറും. ഇതിന്റെ ഇടയിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ബെൻസിനോയിഡ് ഫോം എന്ന് പറയുന്നത് ലൈറ്റ് കളർഡ് ആയിരിക്കും. അതായത് അതിന് കളർ കുറഞ്ഞ മങ്ങിയ കളർ ആയിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് കളർഡ് ആയിരിക്കും. ആൻഡ് ക്യുനോനോയിഡ് ഫോം എന്ന് പറയുന്നത് വെരി ബ്രൈറ്റ് കളർഡ് ആയിരിക്കും. That one form exists in acid medium and the other in alkaline medium. ഇതില് ബെൻസിനോയിഡ് ഫോം ഉണ്ട്, ക്യുനോനോയിഡ് ഫോം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോം ആസിഡ് മീഡിയത്തിലും നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് ബേസിക് മീഡിയത്തിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. The color change occurs at the end point due to the interconversion of the light colored benzenoid form and bright colored quinonoid form. ഒന്നെങ്കിൽ എന്താണ് ലൈറ്റ് കളർഡ് ആയിട്ടുള്ള ബെൻസിനോയിഡ് ഫോം ബ്രൈറ്റ് കളർഡ് ആയിട്ടുള്ള ക്യുനോനോയിഡ് ഫോം ആയിട്ട് മാറായിരിക്കും എൻഡ് പോയിന്റിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ബ്രൈറ്റ് കളർഡ് ആയിട്ടുള്ള ക്യുനോനോയിഡ് ഫോം ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ബെൻസിനോയിഡ് ഫോമിലേക്ക് ഇന്റർ കൺവേർട്ട് ചെയ്യായിരിക്കും ചെയ്യുക എൻഡ് പോയിന്റിൽ. അങ്ങനെയാണ് അവിടെ കളർ ചേഞ്ച് ഒക്കർ ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. നൈട്രോഫിനോൾ. നൈട്രോഫിനോൾ എന്ന് പറയുന്നത് ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാണ് നൈട്രോഫിനോൾ എന്ന് പറയുന്നത്. ഈ നൈട്രോഫിനോളിന് ഒരു ബെൻസിനോയിഡ് ഫോം ഉണ്ട്, ഒരു ക്യുനോനോയിഡ് ഫോം ഉണ്ട്. ഈ ബെൻസിനോയിഡ് ഫോമിന്റെയും ക്യുനോനോയിഡ് ഫോമിന്റെയും ഇടയിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ബെൻസിനോയിഡ് ഫോം എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും ആൻഡ് ക്യുനോനോയിഡ് ഫോം എന്ന് പറയുന്നത് യെല്ലോ കളർഡ് ആയിരിക്കും. ദെൻ OH മൈനസ് അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിൽ കൂടുതലായിട്ടും ക്യുനോനോയിഡ് ഫോം ആയിട്ടും ക്യുനോനോയിഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ആൽക്കലൈൻ മീഡിയത്തിൽ ഈ നൈട്രോഫിനോൾ ക്യുനോനോയിഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ദെർഫോർ ആൽക്കലൈൻ മീഡിയത്തിൽ നൈട്രോഫിനോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ആഡ് ചെയ്താൽ അവിടെ യെല്ലോ കളറിലായിരിക്കും കാണപ്പെടുന്നത്. ദെൻ ഈ നൈട്രോഫിനോൾ തന്നെ H+ അല്ലെങ്കിൽ എന്താണ് ആസിഡിക് മീഡിയത്തിൽ ബെൻസിനോയിഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കളർലെസ്. അതായത് നൈട്രോഫിനോൾ നമ്മൾ ഒരു ആസിഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബെൻസിനോയിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ദാറ്റ് ഈസ് കളർലെസ് ആയിരിക്കും ആസിഡ് സൊല്യൂഷനിൽ. ദെൻ ഈ നൈട്രോഫിനോൾ നമ്മൾ ഒരു ബേസിക് മീഡിയത്തിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് ക്യുനോനോയിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ദാറ്റ് ഈസ് യെല്ലോ കളർഡ് ആയിരിക്കും. ഇത്രയാണ് ക്യുനോനോയിഡ് തിയറിനെ കുറിച്ച് പറയാനുള്ളത്. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ രണ്ട് ടോട്ടോമറിക് ഫോമുകളിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഈ ബെൻസിനോയിഡ് ഫോമും ക്യുനോനോയിഡ് ഫോമും. ആൻഡ് ബെൻസിനോയിഡ് ഫോം എന്ന് പറയുന്നത് ലൈറ്റ് കളർഡ് ആയിരിക്കും ആൻഡ് ക്യുനോനോയിഡ് ഫോം എന്ന് പറയുന്നത് ബ്രൈറ്റ് കളർഡ് ആയിരിക്കും. ഇത് തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആസിഡ് സൊല്യൂഷനിൽ ഇതില് ഒരു ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും, ബേസിക് സൊല്യൂഷനിൽ ദി അതർ ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് ഈ രണ്ട് ഫോമിന്റെ ഇന്റർ കൺവേർഷന്റെ സമയത്തായിരിക്കും എൻഡ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് തിയറീസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. താങ്ക് യു.